വാർ ലൂയിജി പിരാൻഡല്ലോ പാഠത്തിന്റെ ഉള്ളടക്കവും അതിലെ പ്രധാന നോട്ടുകളും. കീ നോട്ട്സ്. തീം: കുട്ടികളെ യുദ്ധത്തിന് അയക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ വേദനയാണ് കഥയിൽ പറയുന്നത്. മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ച് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. The story shows the pain of parents who must send their children to war. It teaches us about the depth of parental love. Mood: സീരിയസ്, സാഡ് ആൻഡ് ഇമോഷണൽ. വളരെ ഗൗരവമുള്ള, ദുഃഖകരമായ, വൈകാരികമായ ഒരു കഥയാണ്. ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ്, പ്രധാന കഥാപാത്രങ്ങൾ. The old couple, especially the husband and wife, the other passengers and proud father. വൃദ്ധ ദമ്പതികൾ, യാത്രക്കാർ, ഒരു അഭിമാനിയായ അച്ഛൻ. മെയിൻ ഐഡിയ, പ്രധാന ആശയം. Parents' love is infinite. It cannot be divided like food. Every child is loved fully and every parent suffers deeply when their child is in danger. മാതാപിതാക്കളുടെ സ്നേഹം അനന്തമാണ്. ഭക്ഷണം പോലെ അതിനെ വിഭജിക്കാൻ കഴിയുകയില്ല. ഓരോ കുട്ടിയും പൂർണ്ണമായും മാതാപിതാക്കളാൽ സ്നേഹിക്കപ്പെടുന്നു. കൂടാതെ തങ്ങളുടെ കുട്ടി അപകടത്തിലാകുമ്പോൾ ഓരോ മാതാപിതാക്കളും ആഴത്തിൽ ബുദ്ധിമുട്ടുന്നു, മനപ്രയാസം അനുഭവിക്കുന്നു. സന്ദേശം, മെസ്സേജ്: War does not only hurt soldiers, it also causes great pain to their families at home. യുദ്ധം സൈനികരെ മാത്രമല്ല വേദനിപ്പിക്കുന്നത്, അത് അവരുടെ കുടുംബങ്ങൾക്കും വീട്ടിലും വലിയ വേദന ഉണ്ടാക്കുന്നു. സമ്മറി ഇൻ സ്റ്റെപ്സ്. The story begins on a train journey. ഒരു ട്രെയിൻ യാത്രയിലാണ് കഥ ആരംഭിക്കുന്നത്. The passengers of the night train from Rome stop at a small station called Fabriano because of the war. യുദ്ധം കാരണം റോമിൽ നിന്ന് രാത്രി ട്രെയിനിലെ യാത്രക്കാർ ഫാബ്രിയാനോ എന്ന ചെറിയ സ്റ്റേഷനിൽ നിൽക്കേണ്ടി വരുന്നു. They must wait until dawn and then continue their trip on an old train to Salmona. അവർ പുലരുവോളം കാത്തിരുന്ന് സൽമോണയിലേക്ക് പഴയ ഒരു ട്രെയിനിലാണ് യാത്ര തുടരേണ്ടത്. The old couple enters. പഴയ ദമ്പതികൾ ട്രെയിനിലേക്ക് പ്രവേശിക്കുന്നു. A woman in deep mourning gets onto the train with her husband. അഗാധമായ ദുഃഖത്തിലായ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനോടൊപ്പം ട്രെയിനിൽ കയറുന്നു. The husband is very small, thin, pale and looks shy and uneasy. ഭർത്താവ് വളരെ ചെറിയ, മെലിഞ്ഞ, വിളറി വെളുത്ത ഒരു മനുഷ്യനാണ്. കൂടാതെ അയാൾ വളരെ അസ്വസ്ഥനാണ്. They both look tired, sad and worried. അവർ രണ്ടുപേരും ക്ഷീണിതരും ദുഃഖിതരും ആശങ്കാകുലരുമായി കാണപ്പെടുന്നു. The husband explains their pain. ഭർത്താവ് അവരുടെ വേദന വിശദീകരിക്കുന്നു. ഏക മകനെ യുദ്ധത്തിന് വിളിച്ചതിനാൽ തങ്ങൾ വളരെ ദുഃഖിതരാണെന്ന് ഭർത്താവ് യാത്രക്കാരോട് വിശദീകരിക്കുന്നു. The husband explains to the passengers that they are very sad because their only son has been called to the war. They had moved their home to Rome just to be near him while he studied. അവൻ പഠിക്കുമ്പോൾ അവന്റെ അടുത്തായി ഇരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അവരുടെ വീട് റോമിലേക്ക് മാറ്റിയത്, താമസം മാറ്റിയത്. They allowed him to volunteer, thinking he would not go to the front for 6 months. 6 മാസത്തേക്ക് യുദ്ധഭൂമിയിലേക്ക് പോകില്ലെന്ന് കരുതിയിട്ടാണ് അവനെ സന്നദ്ധ സേവനം വോളണ്ടിയറിംഗ് ചെയ്യാനായിട്ട് ആ മാതാപിതാക്കൾ അനുവദിച്ചത്. But suddenly they received a message saying he would leave in only 3 days. പക്ഷെ പെട്ടെന്ന് 3 ദിവസത്തിനുള്ളിൽ മകൻ യുദ്ധത്തിന് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു സന്ദേശം ലഭിക്കുന്നു. They are traveling to Salmona to see him off. അവർ അവനെ യാത്രയാക്കാനാണ് സൽമോണയിലേക്ക് പോകുന്നത്. The wife's reaction. The wife is very upset. She hides her face and does not speak. ഭാര്യ വളരെ അസ്വസ്ഥതയാണ്. അവൾ മുഖം മറച്ചിരിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല. She wriggles, twists and growls like a wild animal, showing her pain and worry. അവൾ ഒരു കാട്ടുമൃഗത്തെ പോലെ പുളഞ്ഞും വളഞ്ഞും മുരണ്ടും തന്റെ വേദനയും വേവലാതിയും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. She feels that no one can understand her sadness. തന്റെ ദുഃഖം ആർക്കും മനസ്സിലാകില്ലെന്ന് അവൾക്ക് തോന്നുന്നു. Other parents speak. മറ്റു മാതാപിതാക്കൾ സംസാരിക്കുന്നു. Other passengers also share their experiences. മറ്റു യാത്രക്കാരും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. One says his son was sent to the war on the first day and already came back wounded twice. ഒരാൾ പറയുന്നു തന്റെ മകനെ ആദ്യ ദിവസം തന്നെ യുദ്ധത്തിന് അയക്കുകയും 2 തവണ പരിക്കേറ്റ് തിരിച്ചെത്തുകയും ചെയ്തു. Another says he has 2 sons and 3 nephews at the front. മറ്റൊരാൾ പറയുന്നത് ഇപ്പോൾ യുദ്ധഭൂമിയിൽ അയാളുടെ 2 മക്കളും 3 മരുമക്കളും ഉണ്ടെന്നാണ്. The debate on parental love. മാതാപിതാക്കളുടെ സ്നേഹത്തെക്കുറിച്ചുള്ള സംവാദം. The husband says his pain is greater because they have only one son. ഒരു മകൻ മാത്രമുള്ളതിനാൽ തന്റെ വേദന കൂടുതലാണെന്ന് ഭർത്താവ് പറയുന്നു. Another passenger explains parental love is not like bread. മറ്റൊരു യാത്രക്കാരൻ വിശദീകരിക്കുന്നത് മാതാപിതാക്കളുടെ സ്നേഹം ഭക്ഷണം പോലെയല്ല. Bread can be broken into pieces and shared equally. ഭക്ഷണം തുല്യമായി വീതിച്ച് പങ്കിടാനായിട്ട് കഴിയും. But a parent's love cannot be divided. It is whole and complete for every child. എന്നാൽ മാതാപിതാക്കളുടെ സ്നേഹം വിഭജിക്കാൻ കഴിയില്ല. അത് എല്ലാ കുട്ടികൾക്കും സമഗ്രവും പൂർണ്ണവുമാണ്.
If a parent has 2 children, he does not give half love to each. He gives full love to both. ഒരു അച്ഛനും അമ്മയ്ക്കും 2 കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ഓരോരുത്തർക്കും പകുതി സ്നേഹം നൽകുന്നില്ല, രണ്ടുപേർക്കും പൂർണ്ണ സ്നേഹമാണ് നൽകുന്നത്. So if he worries about 2 sons, he suffers double. അപ്പോൾ അയാൾക്ക് 2 ആൺമക്കളെ കുറിച്ച് വിഷമമുണ്ടെങ്കിൽ അയാൾക്ക് ഇരട്ടി വിഷമമായിരിക്കും അനുഭവപ്പെടുന്നത്. The husband's realization. ഭർത്താവിന്റെ തിരിച്ചറിവ്. The husband feels embarrassed and thoughtful. ഭർത്താവിന് നാണക്കേടും ചിന്താകുലതയും തോന്നുന്നു. He realizes that all parents, whether they have one child or many, feel the same deep pain. ഒരു കുട്ടിയായാലും ഒന്നിലധികം കുട്ടികളായാലും എല്ലാ മാതാപിതാക്കളും ഒരേ ആഴത്തിലുള്ള വേദന അനുഭവിക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് അയാൾക്കുണ്ടാകുന്നു. Every parent gives all their love to each child and the pain of war is equally heavy for everyone. ഓരോ മാതാപിതാക്കളും ഓരോ കുട്ടിക്കും അവരുടെ എല്ലാ സ്നേഹവും നൽകുന്നു. യുദ്ധത്തിന്റെ വേദന എല്ലാവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. The proud father's speech. അഭിമാനിയായ അച്ഛന്റെ സംസാരം. One passenger had already lost his son in the war. ഒരു യാത്രക്കാരന് തന്റെ മകനെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു. He tries to speak with pride and courage. ധൈര്യത്തോടെയും അഭിമാനത്തോടെയും അയാൾ സംസാരിക്കാൻ ശ്രമിക്കുന്നു. He says his son dies as a hero for his country. തന്റെ രാജ്യത്തിനു വേണ്ടി തന്റെ മകൻ ഒരു ധീരനായി മരണപ്പെട്ടു എന്നാണ് അയാൾ പറയുന്നത്. He claims this is the highest honor a parent can have. ഒരു മാതാപിതാക്കൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഇതെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. He challenges the others. If you could, wouldn't you take your son's place at the front? Wouldn't you be proud to die for your country as your son did? അപ്പൊ മറ്റുള്ളവരോട് അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ മക്കളുടെ സ്ഥാനം ഏറ്റെടുത്ത് നിങ്ങൾ രാജ്യത്തിന് വേണ്ടി പോരാടുകയില്ലേ? His tone is bold, almost as if he has conquered grief with patriotism. അദ്ദേഹത്തിന്റെ സ്വരം വളരെ ദൃഢമായതാണ്. ദുഃഖത്തെ ദേശസ്നേഹം കൊണ്ട് കീഴടക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. The woman's haunting question. സ്ത്രീയുടെ ചോദ്യം. Until now, the mourning woman had remained silent, hiding her sullen face in her coat collar. ഇതുവരെ വിലാപം കേട്ടുകൊണ്ട് ആ സ്ത്രീ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അവരുടെ മുഖം അവർ ആ കോട്ടിന്റെ ഉള്ളിൽ മറച്ചു പിടിക്കുകയാണ് ഉണ്ടായത്. After hearing all these arguments, she finally raises her head. യാത്രക്കാർ തമ്മിലുള്ള ഈ സംഭാഷണം കേട്ടുകൊണ്ട് അവൾ അവസാനം ഒരു ചോദ്യം ഉന്നയിക്കാനായി തുടങ്ങുകയാണ്. With eyes full of pain, she whispers the piercing question to the proud father. Then is your son dead? വേദന നിറഞ്ഞ കണ്ണുകളോടെ അവൾ അഭിമാനിയായ അച്ഛനോട് ആ തുളച്ചു കയറുന്ന ചോദ്യം ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ മകൻ മരണപ്പെട്ടോ? This question is powerful because it cuts through all reasoning. എല്ലാ യുക്തിവാദങ്ങളെയും മുറിച്ചു കടക്കുന്നതിനാൽ ഈ ചോദ്യം വളരെ ശക്തമാണ്. If his son is still alive, his words are only theories. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെങ്കിൽ അദ്ദേഹം വാക്കുകൾ പറയുന്നത് വെറും സിദ്ധാന്തങ്ങളാണ്. If his son is truly dead, then he cannot escape the unbearable truth of grief. ഇനി അയാളുടെ മകൻ യഥാർത്ഥത്തിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ദുഃഖത്തിന്റെ അസഹനീയമായ സത്യത്തിൽ നിന്ന് രക്ഷപ്പെടാനും അദ്ദേഹത്തിന് കഴിയുകയില്ല. The father's breaking point. ആ പിതാവിന്റെ തകർച്ച. The proud father who moments ago spoke of bravery suddenly collapses inside. അഭിമാനത്തോടെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചു കൊണ്ടിരുന്ന ആ പിതാവിന്റെ മനസ്സിൽ ദുഃഖത്താൽ നിറഞ്ഞു. His lips tremble. അയാളുടെ ചുണ്ടുകൾ വിറച്ചു. His face twists in agony. വേദനയാൽ അയാളുടെ മുഖം ചുക്കിച്ചുളിഞ്ഞു. His body shakes as he tries to hold back tears. കണ്ണുനീർ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ അയാളുടെ ശരീരം വിറച്ചു. Finally he is broken and silence falls in the carriage. അവസാനം അയാൾ തകർന്നു. കാരേജിൽ പൂർണ്ണമായും നിശബ്ദത പടർന്നു. The mask of pride is torn away and what remains is only raw human grief. അപ്പോൾ അഭിമാനത്തിന്റെ മുഖംമൂടി തകർന്നു വീണു. ഇപ്പോൾ അയാളുടെ ഉള്ളിൽ ആകെ വേദന മാത്രമാണ് ഉള്ളത്. The final mood of the story. കഥയുടെ എൻഡിങ്. The carriage falls into a haunting silence. വണ്ടിയിൽ ആ ട്രെയിനിൽ ഒരു ഭയാനകമായ നിശബ്ദത പടർന്നു. Pirandello shows that. Pirandello ഇതാണ് പറയുന്നത്. Patriotism, reasoning or philosophy cannot protect parents from grief. ദേശസ്നേഹത്തിനോ യുക്തിക്കോ തത്വചിന്തയ്ക്കോ മാതാപിതാക്കളെ ദുഃഖത്തിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുകയില്ല. War leaves parents with a wound too deep for words. യുദ്ധം വാക്കുകൾ കൊണ്ട് നികത്താൻ കഴിയാത്ത ആഴത്തിലുള്ള ഒരു മുറിവാണ് മാതാപിതാക്കളിൽ അവശേഷിപ്പിക്കുന്നത്. Every parent, whether they speak of pride, philosophy or despair, suffers the same silent pain. എല്ലാ മാതാപിതാക്കളും അവർ അഭിമാനത്തോടെയോ തത്വചിന്തയെക്കുറിച്ചോ നിരാശയെക്കുറിച്ചോ സംസാരിച്ചാലും ഒരേ നിശബ്ദത വേദനയാണ് അവർ അനുഭവിക്കുന്നത്.